ഫണ്ട് വെട്ടിപ്പിൽ ബിജെപിക്ക് കുരുക്ക് മുറുകുന്നു. സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാവ് തുക എഴുതാത്ത ഇൻവോയ്സ് വാങ്ങി. ഫണ്ട് തട്ടിപ്പിന് GST ഇല്ലാത്ത ബില്ലും വെളിപ്പെടുത്തലുമായി കരാർ നൽകിയ സ്ഥാപനത്തിന്റെ പ്രതിനിധി. കരാർ ഏറ്റെടുത്ത സ്ഥാപനത്തിന്റെ പ്രതിനിധിയുടെ ശബ്ദരേഖ കൈരളി ന്യൂസിന് ലഭിച്ചു. കേൾക്കാം. തിരുവനന്തപുരത്ത് ജയൻചേട്ടന്റെ ഓഫീസിലാണ് PM-ന്റെ പരിപാടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അത് പകുതി എമൗണ്ട് കാശും തന്നു, പകുതി എമൗണ്ട് അക്കൗണ്ടിലും തന്നു. അത് 16 സംതിങ് എന്നാണ്ടായിരുന്നു. അത് കൂടാതെ ഒരു ഇൻവോയ്സ് ഞാൻ എവിടാണെന്ന് അറിയത്തില്ല. അപ്പൊ ഇത് GST ഇതാക്കി തിരുത്തിയോണ്ട് ഒരു ഇൻവോയ്സ് ഒന്നും എഴുതാതെ കീറി കൊടുത്തു. മനസ്സിലായോ? അങ്ങനെ 2-3 കൊടുത്തിട്ടുണ്ടാണ്. അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഇനി എമൗണ്ട് കൂട്ടിയിടണമെങ്കിൽ ഇൻസൈറ്റിന്റെ കൊടുത്തു കയറി. ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ച കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഒന്ന്, സോമചേട്ടനുമായിട്ട് ഇടപാടില് ഞാനൊരു ഇൻവോയ്സ് സ്റ്റേറ്റ് ഓഫീസിൽ വെച്ച് കീറി കൊടുത്തു പ്ലെയിൻ ആയിട്ട്. വട്ടിയൂർക്കാവിന് വേണ്ടി. അത് തന്നെ അപ്പൊ കറക്റ്റ് വട്ടിയൂർക്കാവിന് വേണ്ടി പോയി. വട്ടിയൂർക്കാവിന് ബില്ല് തിരുത്തി പകുതി GST ആക്കി. അപ്പൊ പകുതി ബില്ല്. അപ്പൊ ഞാൻ പറഞ്ഞു, സോമചേട്ടൻ ഇതെന്തെങ്കിലും വെച്ചോ, ഇൻവോയ്സിലങ്ങ് എഴുതി കൊടുത്തോന്ന് പറഞ്ഞു. ഒരു ഇൻവോയ്സ് അത് കൊടുത്തു കയ്യിലോട്ട്. പുള്ളിയുടെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, കണ്ണാടി വെച്ചൊരു പയ്യനുണ്ടല്ലോ, പുള്ളിയുടെ സെക്രട്ടറി. നമ്മൾ തമ്മിൽ സംസാരിച്ചത് സോമചേട്ടന് കൊടുത്തൊന്നും വേറെ. കമലേഷ് സെക്കേക്കാട് കൂടി നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, സർവത്ര തട്ടിപ്പാണ് BJP-യിൽ. ഈ ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന്റെ മൗനം അത് തുടരുന്നതിനിടെയാണ് ഇതാ പുതിയ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ഈ ഓഡിയോ സംഭാഷണത്തിലുള്ളത്? അക്ഷയ്, നേരത്തെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പ് വലിയ ഒരു വിഷയമായി തന്നെ BJP-ക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ RSS-ഉം ഉൾപ്പെടെ ഇതിനകത്ത് വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന, അല്ലെങ്കിൽ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പലതരത്തിലുള്ള തെളിവുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരികയും ചെയ്തു. ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ സ്ഥാപനം, അതായത് ഈ നരേന്ദ്രമോദി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്ന ഘട്ടത്തിൽ അതിന്റെ പതാകകളും അതുപോലെ തന്നെ ഫ്ലക്സുകളും കട്ടൗട്ടറുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി, പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്പനിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണ സംബന്ധിച്ച്, കരാർ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഈ K. സോമൻ എന്ന സംസ്ഥാന സെക്രട്ടറി, BJP-യുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഈ ശബ്ദരേഖയിൽ ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് പൈസ നൽകിയതുമായി ബന്ധപ്പെട്ട്, അതായത് പൂർണ്ണമായും പ്രിന്റ് ചെയ്ത സാധനങ്ങളുടെ പൈസ തങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു 36 ലക്ഷം രൂപ സോമന് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇൻവോയ്സുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. തുക രേഖപ്പെടുത്താത്ത പ്ലെയിൻ ഇൻവോയ്സുകൾ സോമന് നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ശബ്ദരേഖയിലൂടെ ഈ കമ്പനിയുടെ പ്രതിനിധി, സ്ഥാപനത്തിന്റെ പ്രതിനിധി വ്യക്തമാക്കുകയാണ്. എന്തിനാണ് അത്തരത്തിലൊരു, സാധാരണഗതിയിൽ അത് നിയമപരമല്ലാത്ത കാര്യമാണ് ഈ തുക എഴുതിയിട്ടില്ലാത്ത പ്ലെയിൻ ഇൻവോയ്സുകൾ കൈപ്പറ്റുക എന്നുള്ളത്. അത് ആവശ്യാനുസരണം തുക എഴുതി തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാറ് പൊതുവെ. അതുകൊണ്ട് തന്നെ അങ്ങനെ നൽകാറില്ല തുക എഴുതാത്ത ഇൻവോയ്സുകൾ. അങ്ങനെ എന്തിനാണ് അത് നൽകിയത്, ആർക്കാണ് നൽകിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ, സോമന് നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ അത് സംസ്ഥാന കമ്മിറ്റി കാര്യാലയത്തിൽ വെച്ചാണ് ഈ ഇൻവോയ്സ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശബ്ദരേഖയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ GST വെട്ടിപ്പും കൂടി ഇതോടുകൂടി, അത് ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നതിനൊപ്പം തന്നെ GST വെട്ടിപ്പ് കൂടി BJP നേതാക്കൾ നടത്തിയിരിക്കുന്നു എന്നത് കൂടിയാണ് ഇതിനകത്ത് കൂടി വ്യക്തമാക്കുന്നത്. GST ഇല്ലാത്ത ബില്ലുകളും GST ഉള്ള ബില്ലുകളും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി കൈമാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇതിനകത്ത് വ്യക്തമാകുന്നു, ഈ ശബ്ദരേഖയിലൂടെ വ്യക്തമാകുന്നു എന്നുള്ളതാണ്. ഏതായാലും BJP-യെ പിടിച്ചു കുലുക്കുന്ന ഒരു വിഷയമായി തന്നെ ഈ ഫണ്ട് തട്ടിപ്പ് മാറിപ്പോയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് നിരന്തരം മാധ്യമങ്ങളെ സംബന്ധിച്ച് ചോദിച്ചെങ്കിൽ പോലും അതിനകത്ത് ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഇതുവരെ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ആഭ്യന്തരമായ ചില അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പുകളെല്ലാം അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 140 മണ്ഡലങ്ങളിലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഒരു സമിതിയെ BJP നിയോഗിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ K. സോമനെ, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള K. സോമനെ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരമൊരു വോയിസ് ക്ലിപ്പ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അത്തരം ഒരു തരത്തിലുമുള്ള ഇൻവോയ്സ് ഇടപാടുകളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലോ താൻ പങ്കാളിയല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്.
ഏകപക്ഷീയമായ ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു വൺ സൈഡഡ് മാത്രമായിട്ടുള്ള വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനെന്ത് പ്രസക്തിയാണ് എന്നുകൂടി കെ സോമൻ ചോദിക്കുന്നു. ഏതായാലും ഈ വിവാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് കെ സോമൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും ബിജെപിയെ സംബന്ധിച്ച് നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വലിയ ഒരു വിഷയമായി നിന്നിരുന്നത് എങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പ് ബിജെപിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിവാദമായി തന്നെ വരികയാണ്. അതിൽ വി മുരളീധരൻ പക്ഷത്തിന് വലിയ കടുത്ത അതൃപ്തിയുണ്ട്. അത് പക്ഷേ പരസ്യമായി രേഖപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ ഈ വിഷയം പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് വി മുരളീധർ പക്ഷത്തിന്റെ തീരുമാനം. അതോടൊപ്പം ഈ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും ഒരു പ്രാദേശിക ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇതിനകം തന്നെ അനൌദ്യോഗികമായി നടപടിയെടുത്തതായും ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അക്ഷയ്.